SSLC പരീക്ഷ അവസാനിച്ചു. പരീക്ഷ കഴിയുന്നതിന്റെ ആഘോഷങ്ങൾ അതിരുവിടാതിരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് നടപടികൾ സ്വീകരിച്ചു. സ്കൂളുകളിൽ ആഘോഷങ്ങൾ വിലക്കി സർക്കുലർ പുറത്തിറക്കി. ആഘോഷങ്ങൾ നടക്കുന്നില്ലെന്ന് അധ്യാപകർ ഉറപ്പുവരുത്തണം. ആവശ്യമെങ്കിൽ പോലീസിന് സഹായം തേടണമെന്നുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. CV അനുമോദ് ചേരുന്നു. അനുമോദ്, ആഘോഷങ്ങൾക്ക് വിലക്ക് തന്നെ ഫലത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന്. അപ്പോഴും പരീക്ഷ കഴിഞ്ഞ ആശ്വാസത്തിൽ വിദ്യാർത്ഥികൾ എങ്ങനെയാണ് പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങി വരുന്ന കുട്ടികളുടെയൊക്കെ ഒരു പ്രതികരണം? അപർണ, ഇത്തവണത്തെ സവിശേഷ സാഹചര്യത്തിൽ സാധാരണ ഉണ്ടാവുന്ന ആഘോഷങ്ങൾ വേണ്ട എന്ന വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം. ഇപ്പോൾ നമ്മൾ കാണാം, പരീക്ഷ കഴിഞ്ഞിറങ്ങുന്ന കുട്ടികളൊക്കെ അവരുടെ ക്ലാസ് ഫോട്ടോക്കെ, എന്താ ക്ലാസ് ഫോട്ടോ ഒക്കെ ഇട്ടാണ് ഇറങ്ങുന്നത്? കഴിഞ്ഞില്ലേ? പരീക്ഷ കഴിഞ്ഞില്ലേ? എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷയൊക്കെ? ഏതാ ഫോട്ടോ ഒക്കെ? ഇവിടെ ഫോട്ടോ ഒക്കെ കിട്ടിയോ? എല്ലാ കുട്ടികളിലും ഉണ്ട്, എല്ലാ ക്ലാസ്സിന്റെയും ഉണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ടീച്ചറെ കുട്ടികളെ? ഇത്തവണ ആഘോഷങ്ങളൊന്നും ഇല്ലാതെയാണോ? അതെ, കുഴപ്പമില്ല, നന്നായിട്ട് നല്ല പെരുമാറ്റം. ഈ കുട്ടികളൊക്കെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? നല്ല കമ്പാരിറ്റീവ്ലി അവർക്ക് മുന്നേ ഒരു ധാരണ ഉള്ളതുകൊണ്ട് വലിയൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ. നിയന്ത്രണങ്ങളൊക്കെ വേണോ? പരീക്ഷ കഴിഞ്ഞിട്ടുള്ള ഈ ആഘോഷങ്ങൾ ഇന്നത്തെ ഒരു തലമുറ, അതിന്റെ ഒരു മാറ്റങ്ങൾ, ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ആ ഒരു മാറ്റത്തിൽ വന്നതാണ്. എന്നാലും നമ്മളുടേതായിട്ടുള്ള നിർദ്ദേശങ്ങളും അവരുടെ വീട്ടിൽ നിന്നുള്ള ഒരു ഇതും ഒക്കെ അനുസരിച്ച് കുഴപ്പമില്ലാതെ അറിയിച്ചിരുന്നു അല്ലേ? അറിയിച്ചിട്ട് ഫോട്ടോസ് അതെ, ക്ലാസ് ഫോട്ടോസ് ഒക്കെ കൊടുത്തോണ്ട് കാണാം. കുട്ടികളൊക്കെ തന്നെ പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ കാണാൻ കഴിയും. ഇവരോട് ചോദിക്കാം, പലരും മൈക്ക് കാണാൻ പോകുന്നുണ്ട്. കഴിഞ്ഞ പരീക്ഷ കഴിഞ്ഞില്ലേ? ഉഷാറായിരുന്നോ? ചോദിക്കട്ടെ, അവിടെ നിൽക്കേ. എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ടാ? ഉഷാറായിരുന്നോ? ഈ ആഘോഷങ്ങളൊന്നും പാടില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് നിരാശയുണ്ടോ? ഈ ആഘോഷങ്ങളൊന്നും പാടില്ല എന്നൊക്കെയാണ് ഒരു വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത് പരീക്ഷ കഴിഞ്ഞിട്ട്. അതിന് നിരാശയുണ്ടോ? അടിച്ചു വിളിക്കാൻ പറ്റാത്തതില് ഉണ്ടല്ലേ? കുപ്പായത്തിൽ മഷിയൊക്കെ ആക്കണ്ടേ? ആക്കണ്ടേ? അവന്റെ ഗ്യാങ്ങാണ് ഇവിടെ നിൽക്കുന്നത്. എല്ലാരും ക്യാമറ ആണ് ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ടീച്ചറെ, കുട്ടികളൊക്കെ വളരെ സമാധാനത്തോടെ തന്നെ പോണേ. എന്താണ് ഒരു നിർദ്ദേശം? അതായത് വലിയ ആഘോഷങ്ങളൊന്നും പാടില്ല എന്ന നിർദ്ദേശം എത്രമാത്രം കുട്ടികൾക്ക് സ്വീകാര്യമായി തോന്നുന്നുണ്ടോ? നമ്മള് മൊത്തം സമൂഹത്തിന്റെ കാര്യമല്ലേ നോക്കണ്ടേ? അപ്പോ എല്ലാ ഭാഗത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. വിട്ടു പോകാതിരിക്കാൻ എല്ലാ ഭാഗത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണ്ടേ? എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നൽകിയിരുന്നോ? രക്ഷിതാക്കളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുട്ടികളോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടികളതനുസരിച്ചു, രക്ഷിതാക്കളും വന്നിട്ടുണ്ട്. നമുക്ക് കുട്ടികളൊക്കെ വരുന്നുണ്ട്, കുട്ടികളോടൊക്കെ ഒന്ന് ചോദിക്കാം. ഇവരൊക്കെ എങ്ങനെയായിരുന്നു പരീക്ഷ? എങ്ങനെയുണ്ടായിരുന്നു? ഉഷാറായിരുന്നോ? അപ്പോഴേ ഈ പരീക്ഷ കഴിഞ്ഞ സാധാരണഗതിയിൽ മഷിയൊക്കെ കളറിലൊക്കെ ആക്കി ആകെ ആഘോഷിക്കുന്നതാണ് പതിവ്. തവണ അത് പറ്റാത്തതിന്റെ നിരാശയുണ്ടോ? ചെറുതായിട്ടുണ്ട്. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? കുറച്ചും കൂടെയൊക്കെ ലിബറൽ ആവണമായിരുന്നോ? സ്ട്രിക്റ്റ് ആവണമായിരുന്നോ? കുഴപ്പമില്ല. അടിണ്ടാക്കിയ പ്രശ്നമല്ലേ? അതന്നെ. ഗ്യാങ്ങൊക്കെ ഇവിടെ അവൾക്ക് ഇവിടെ ഫോട്ടോ വാങ്ങാന്ന്. എങ്ങനെയാ പരീക്ഷ കഴിഞ്ഞില്ലേ? എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ? ഒക്കെ സിമ്പിളായിരുന്നു, സെറ്റ് പരീക്ഷയായിരുന്നു, ഒക്കെ റെഡിയാ. ഫുൾ A+ കിട്ടും? ഫുൾ A+ അല്ല, ഒരു 5A+, 6A+ ഒക്കെ ഉറപ്പാ. മതി, അത്രക്ക് മതി. പിന്നെ ഈ പരീക്ഷ കഴിഞ്ഞാല് അച്ചടക്കം പാലിച്ച് പോകണമെന്നൊക്കെയാണ് സർക്കാരും ഉദ്യോഗസ്ഥരെ. അച്ചടക്കം നമുക്ക് ഇവിടെ മലപ്പുറംകാർക്ക് അച്ചടക്കൊന്നുമില്ല, അത്രേ ഉള്ളൂ. നമ്മൾ അടിച്ചാണ് പൊളിക്കും ഇവിടെ. അത് ഇവിടെ ഞങ്ങളോട് പേരന്റ്സ് ഒന്ന് കൊണ്ടുവരാൻ പറഞ്ഞൊക്കെയാണ്. അതൊന്നും പ്രശ്നമില്ല തോന്നുന്നു. എന്ത് പേരന്റ്സ്, നമ്മളടിച്ചാണ് പൊളിക്കാൻ, അത്രേ ഉള്ളൂ. അതാണ് അടിച്ചു പൊളിക്കാത്ത നിയന്ത്രണങ്ങൾ അവർക്ക് തന്നെ അറിയാം, എന്ത് നടത്തണം, എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ടെന്നൊക്കെ. കുട്ടികൾക്ക്, പെൺകുട്ടികളോട് നിൽക്കുന്നുണ്ട്. എന്താണ് മക്കളെ, പരീക്ഷ കഴിഞ്ഞില്ലേ? എങ്ങനെയുണ്ടായിരുന്നു? എളുപ്പമായിരുന്നു, അത്യാവശ്യം എളുപ്പമായിരുന്നു. പ്രതീക്ഷിക്കാം. ഈ സാധാരണ SSLC പരീക്ഷ കഴിഞ്ഞ എല്ലാരും പിരിയുമ്പോഴേ ഭയങ്കര ആഘോഷമായിട്ട് മഷിയൊക്കെ ദേഹത്ത് തെറിപ്പിച്ച് അങ്ങനെയൊക്കെ ആയിട്ടാണ് പോവുക. പക്ഷെ തവണ അതൊന്നും വേണ്ടെന്നൊക്കെയാണ് പറയണത്. അതിപ്പോ കുട്ടികളായിട്ട് തന്നെ ഉണ്ടാക്കിയതല്ലേ, അപ്പൊ പിന്നെ വേണം, ഉണ്ടായിക്കോട്ടെ. സന്തോഷമായിട്ട് പിരിയാണ്. അതാണ് ഈ കുട്ടികൾക്കൊക്കെ പറയാനുള്ളത്. എല്ലാവർക്കും ചെറിയ നിയന്ത്രണങ്ങളൊക്കെ വേണം. പക്ഷേ ബോയ്സ് ഒക്കെ പറയുമ്പോൾ നേരെ തിരിച്ചാണ്. ഞങ്ങൾക്ക് ഇതൊന്നും പ്രശ്നമല്ല, ഞങ്ങൾ ആഘോഷിക്കാനുള്ളത് ആഘോഷിക്കും. പക്ഷേ സ്കൂൾ കോമ്പൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യണം, എന്ത് ചെയ്യേണ്ടെന്നൊക്കെ അറിയും എന്ന തരത്തിലാണ് കുട്ടികളുടെയൊക്കെ പ്രതികരണം. എന്താണെങ്കിലും SSLC പരീക്ഷ കഴിഞ്ഞതിന്റെ ആശ്വാസം എല്ലാവരുടെ മുഖത്തും കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പലരും രക്ഷിതാക്കളൊക്കെ കുട്ടികളെ കൂട്ടാൻ വന്നതാണ്. കുട്ടിയെ കൂട്ടാൻ വന്ന എന്താണ് ഇത്തവണ ഈ ആഘോഷങ്ങൾക്ക് ഒരു നിയന്ത്രണം വേണമെന്നാണല്ലോ? നിയന്ത്രണം വളരെ ആവശ്യമാണ്.
ടീച്ചർമാർക്ക് ചോരലും പോലീസുകാർക്ക് കുറച്ചും കൂടെ ഒരു അധികാരമൊക്കെ കൊടുത്ത് നിയന്ത്രിക്കാൻ നല്ലതായിരിക്കും അത്. അല്ലെങ്കിൽ ഭാവി തലമുറ നഷ്ടപ്പെട്ടു പോയേക്കാം. പലപ്പോഴും കേൾക്കുന്നത് ഈ പരീക്ഷ കഴിഞ്ഞ ദിവസമാണ് പല സ്കൂളുകളിലും ഗ്യാങ് തിരിഞ്ഞ് അടിയൊക്കെ ഉണ്ടാകുന്നത്. അതെ അതെ അതെ, ഇത്തവണ അതിനൊക്കെ ഒരു ശമനം ഉണ്ടായിട്ടുണ്ട്. ഗവൺമെന്റ് ഒരു ഓർഡറൊക്കെ ഇറക്കിയതുകൊണ്ട് കുറച്ച് രക്ഷിതാക്കളൊക്കെ എത്തിയിട്ടുണ്ട്. ഇതിലും കർശനമായി തന്നെ വരണം. അതായത് കുറച്ചും കൂടിയൊക്കെ വടിയെടുത്ത് പഠിപ്പിക്കണം. ആ കാലഘട്ടത്തിലേക്ക് വരണം. മോനോട് MSP ഇംഗ്ലീഷ് മീഡിയത്തിലായിരുന്നു. പരീക്ഷ ഇവിടെയാണല്ലോ. രക്ഷിതാക്കൾക്കും പങ്കുവെക്കാനുള്ളതാണ് ഈ ഒരു നിയന്ത്രണം. അത് പലയിടത്തും ഏർപ്പെടുത്തേണ്ടതാണ്. കാരണം കുട്ടികളൊക്കെ ഇത്തരത്തിൽ പല നിയന്ത്രണങ്ങളില്ലാതെ പോകുന്നതിന്റെ ഫലമാണ് അനുഭവിക്കുന്നത്. എന്താണ് രക്ഷിതാവായിട്ട് വന്നാണോ? രക്ഷിതാവാണ്. ഈ സാധാരണഗതിയിൽ ഈ പരീക്ഷ അവസാനത്തെ ദിവസം കുട്ടികളൊക്കെ വളരെ ആഘോഷമാക്കി പിരിഞ്ഞു പോകുന്നതാണ്. അവിടെയാണ് ഒന്ന് വടിയെടുത്ത് നിങ്ങൾ മര്യാദയ്ക്ക് പോയാൽ മതി എന്ന് സർക്കാരും അധ്യാപകരൊക്കെ പറയുന്നത്. അത് നല്ലതാണെന്ന് തന്നെ പറയും. ഇപ്പോഴത്തെ തലമുറയുടെ ഒരു മാറ്റം നമുക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. കാര്യം നമ്മൾ ഈ കാലം കഴിഞ്ഞു വന്നതാണ്. പക്ഷേ ഇപ്പൊ കുട്ടികളെ സംരക്ഷിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയാണ് ഇപ്പൊ നമ്മളിവിടെ നിൽക്കുന്നത്. അന്നേരം തീർച്ചയായിട്ടും അതൊരു നല്ല കാര്യമാണ്. സർക്കാരിന്റെ ഒരു നിർദ്ദേശമായാലും ഏത് അധികൃതരുടെ ഭാഗത്തുള്ള നിർദ്ദേശമായാലും നല്ലതാണ്. കാര്യം കഴിവതും കുട്ടികൾ ഇത് കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് പോകുന്ന കുറെ കുട്ടികൾ ഇവിടെ വഴിയിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഞാൻ സാക്ഷികളുമാണ്. പോലീസുകാരനും കൂടി ആയതുകൊണ്ട് അതിന്റെ ബുദ്ധിമുട്ട് നേരിട്ട് അറിയാം. ഞങ്ങൾ പലപ്പോഴും കാണുന്നതാണ്. പോലീസ് എന്നുള്ള വിഭാഗത്തിൽ നിന്ന് നമുക്ക് ബുദ്ധിമുട്ടാണ്. കാര്യം വേണ്ട രീതിയിലുള്ള നടപടികൾ ചെയ്യാനോ എടുക്കാനോ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇപ്പോഴും സാഹചര്യത്തിൽ ഇതാണ് നല്ലതെന്നാണ് എന്റെ ഒരു പൂർണ്ണമായ അഭിപ്രായം. സമാധാനപരമായിട്ട്. കാര്യം കുട്ടികൾ ഇപ്പൊ ഇത്രയും പേരൻസ് ഇവിടെ വന്നിട്ടുണ്ട്. ഒരുപാട് പേരൻസ് ഉണ്ട്. ആ പേരൻസ് ഒക്കെ പിന്നെ പല ജോലി സർവീസിലുള്ളവരും മറ്റു ജോലികളിൽ ഏർപ്പെട്ട ആളുകളാണ്. അവരെല്ലാം പിന്നെ അതൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് മക്കളെ സേഫായിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അത് നല്ല കാര്യം തന്നെയാണ്. കലാശക്കൊട്ട് എന്നൊക്കെ പറയുമ്പോൾ അത് അടി പൊട്ടാതെ പോകണമല്ലോ അല്ലേ? അതന്നെ കലാശം അത് കൊട്ടാവരുത്. അതെ അപർണ, അതാണ് ഇവിടെ എത്തിയ രക്ഷിതാക്കൾക്കും അതേപോലെ അധ്യാപകർക്കും കുട്ടികൾക്കൊക്കെ പങ്കുവെക്കാനുള്ള കാര്യങ്ങൾ. നിയന്ത്രണത്തെക്കുറിച്ച് കുട്ടികൾക്ക് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഒക്കെ ഒറ്റ കാര്യമേ ഉള്ളൂ. നല്ലതാണ്. കാരണം അവസാന ദിവസം മറ്റൊരു പ്രശ്നമുണ്ടായി പിരിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടാകരുത്. ഇനി ഈ തല്ലുമാലകളൊക്കെ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഇത്തരത്തിൽ ചില നിർദ്ദേശങ്ങളും ഇത്തരത്തിൽ ചില നിയന്ത്രണങ്ങളൊക്കെ അത്യാവശ്യമാണ് എന്നുകൂടി എല്ലാവരും ഒരുമിച്ച് പറയുകയാണ്. അപർണ, അനുമോദ്, ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു പഴയ കാലം പോലെയല്ല. ഒരു ചെറിയ ആഘോഷത്തിനുള്ള അനുമതി കൊടുത്താൽ പോലും അത് ഏത് തരത്തിലേക്ക് പോകുമെന്ന് കരുതാൻ വയ്യാത്ത ഒരു സാഹചര്യം. എങ്കിലും ക്ലാസ് ഫോട്ടോ എടുപ്പും ഒക്കെ നടക്കുന്നുണ്ട് അവിടെ ആ സമയത്തല്ലേ? തീർച്ചയായും ഇതാ കുട്ടികളൊക്കെ അവരുടെ അധ്യാപകരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. പത്രത്തിൽ നിന്നുള്ളവര് ഈ ആഘോഷം ഫോട്ടോ എടുപ്പിക്കുന്നതാണ് എന്നാണ് നമുക്ക് കരുതേണ്ടത്. ഇവിടെ നമുക്കൊരു ഫോട്ടോഗ്രാഫറെ കാണാം. നാളെ പത്രത്തിലേക്കുള്ള ഫോട്ടോയുടെ തയ്യാറെടുക്കലാണ് അവിടെ കാണുന്നത്. ടീച്ചർക്ക് ചുറ്റും കുട്ടികൾ ചേർന്ന് നിന്ന് അവസാനത്തെ പരീക്ഷ കഴിഞ്ഞിട്ടുള്ള ഒരു ഫ്രെയിം ആ ടീച്ചർക്ക് ഉമ്മ കൊടുക്കുന്നത് നമുക്ക് കാണാം. അതൊക്കെ ഒരു സത്യം പറഞ്ഞാല് ഈ കുട്ടികൾക്ക് അധ്യാപകരോടുള്ള ഒരു ആത്മബന്ധവും ഒരു സൗഹൃദമൊക്കെ കാണിക്കുന്നതിന്റെ രസകരമായിട്ടുള്ള മനോഹരമായുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം സാധാരണഗതിയിൽ കഴിഞ്ഞ 2 മാസമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. സെന്റ് ഓഫിന് ശേഷം പരീക്ഷയ്ക്ക് ശേഷം എല്ലാം തന്നെ അടി നടന്നു, കത്തിക്കുത്ത് നടക്കുന്നു എന്ന തരത്തിൽ. അത് മലപ്പുറത്തും നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. താമരശ്ശേരിയിൽ ഷഹബാദിന്റെ സംഭവമൊക്കെ ഓർമ്മയിൽ നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള മനോഹരമായ കാഴ്ചകൾ നൽകുന്ന ഒരു സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ദൃശ്യങ്ങൾക്ക് മനോഹാരിത അല്പം കൂടുതലാണ്. അത് നമ്മൾ മാധ്യമങ്ങൾക്ക് വേണ്ടി ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ പോലും അങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് പിരിഞ്ഞു പോകുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ് രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും കുട്ടികൾക്കും ഒക്കെ ഉണ്ടാവുക. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. മക്കളെ, എന്താണ് ടീച്ചറെ പ്രിയപ്പെട്ട ടീച്ചറാണോ? എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷയൊക്കെ? കുഴപ്പമില്ല. എന്താണ് ടീച്ചറോടൊക്കെ പറഞ്ഞ് എങ്ങനെയാണ് നിങ്ങളെ പ്രതീക്ഷകളൊക്കെ വന്നുവെച്ചത്? പ്രതീക്ഷകള് ഹോപ്പാണ് ഫുള്ള് A+ ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ടോ? വലിയ നിങ്ങളൊക്കെ ഈ പരീക്ഷ കഴിഞ്ഞ ദിവസം എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തിരുന്നോ? ഇത്തവണ അവസാനത്തെ പരീക്ഷ കഴിഞ്ഞാൽ നമ്മൾ ആഘോഷിക്കും, നമ്മൾ പാട്ട് പാടും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തിരുന്നോ? എന്താ വെച്ചാൽ ഇവരാരും വലിയ ആഘോഷമൊന്നും പാടില്ല എന്നാ പറയണത്. അതെ, അതിനോട് യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നൊന്നുമില്ല. പക്ഷേ സാഹചര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് അതനുസരിച്ച് നിന്ന് കൊടുക്കുക. അപ്പോ ഞങ്ങൾക്ക് എത്രയായാലും എന്താണ് അവസാന ദിവസം എന്ന് പറയുമ്പോൾ ഒരു ഫ്രണ്ട്സിന്റെ കൂടെ എല്ലാരും കൂടി കൂടുക എന്നുള്ളതൊക്കെയാണ്. പക്ഷെ ഇപ്രാവശ്യം പറ്റുന്നില്ല. അപ്പൊ സാഹചര്യം കൊണ്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിന്
ഒന്ന് അനുകരിക്കാം, അത്ര ഉള്ളൂ. സാധാരണ ഇതിൽ പരീക്ഷ കഴിഞ്ഞ് പോണ കുട്ടികളുടെ ആ യൂണിഫോം പിന്നെ കാണാൻ പറ്റില്ല, കാര്യം മൊത്തം മഷിയായിരിക്കും. അവിടെ അങ്ങനത്തെ ആഘോഷം ഒന്നും എവിടെയും കണ്ടില്ല. അതെ. ആ അതൊക്കെ ഇഷ്ടമായിരുന്നു, അങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നോ? ഇഷ്ടമാണ്, പക്ഷെ ഞങ്ങൾക്ക് പറ്റില്ല. അതുകൊണ്ട് ഇത്രയും കുട്ടികൾക്ക് ആഗ്രഹം ഉണ്ടോ? അതിൽ അവരെന്നെ പറഞ്ഞല്ലോ, സാഹചര്യമല്ലേ, അപ്പൊ അവര് അതിനോട് യോജിക്കുന്നു. എന്താണ് മക്കളെ, നിങ്ങളെ ക്യാമറ ഓടിയായിരുന്നല്ലോ, ക്യാമറ ഓടിപ്പോയല്ലോ, മോളോട് ചോദിക്കായിരുന്നു, പരീക്ഷ കഴിഞ്ഞ ദിവസത്തെ അവസാനത്തെ ആഘോഷം എങ്ങനെയായിരുന്നു? അവസാന ദിവസേ പരീക്ഷ കഴിഞ്ഞുള്ള ആഘോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ വിചാരിച്ചിരുന്നു കേട്ടോ, ഈ മോഡലിനൊക്കെ ടൈമിൽ കളർപ്പൊടി അറിയണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും, പിന്നെ യൂണിഫോം ഓട്ടോഗ്രാഫ് ചെയ്ത, പിന്നെ അങ്ങനെ വെറുതെ കെട്ട്. അതിന് വലിയ ആഘോഷം ഒന്നുമില്ല, അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചെറുത് എഴുതുക, കളർപ്പൊടി അറിയാം, അങ്ങനെ പറ്റാത്തതിന്റെ വിഷമമുണ്ടോ? വിഷമം കുറെ ഉണ്ട്, ബട്ട് അത് ചില സാഹചര്യം കൊണ്ടല്ലേ ഇപ്പൊ മാറ്റി വെച്ചത്, അപ്പൊ അത് ഓർക്കുമ്പോ പ്ലസ് ടുനായോ അല്ലേ? പരിപാടി ഇല്ലാത്തോണ്ട് നല്ല വിഷമം. ചെറുതായിട്ട് ആഘോഷിച്ച് പോകാനായിരുന്നു വിചാരിച്ചത് അല്ലേ? ലാസ്റ്റ് ഡേ അല്ലേ, അപ്പൊ അതിന്റെ ഒക്കെ ഒരു ഇത് വേണ്ടേ. എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ പ്ലാൻ? നടക്കാത്ത പ്ലാൻ എന്താ സെന്റ് ഓഫ് ഒന്നും കിട്ടിയില്ല. കിട്ടിയില്ല. അവസാനത്തെ ദിവസം കുറച്ച് ലഡു ഒക്കെ വിതരണം ചെയ്ത് പാട്ടൊക്കെ പാടി ആക്കെ വിചാരിച്ചാന്നോ? ഒന്നും നടന്നില്ല. അതിന് ഓരോരുത്തരുണ്ടാക്കുന്ന സ്വീപ്പല്ലേ? പ്ലാനൊന്നും ഇല്ല, വെറുതെ അടക്കല്ലേ. അവസാനത്തെ ദിവസം എന്തെങ്കിലും പ്ലാൻ ഇട്ടിരുന്നോ? എന്ത് പ്ലാന്? വെറുതെ ടീം ബീച്ച് പോയിക്കണു. ബീച്ച് പോയിണോ? പോട്ടെ, ഒരു ടീം എവിടേക്കോ പോയിക്കണു. എവിടെയൊക്കെ എന്തോ കാണാൻ പോയതാ. കാണാൻ പോയതാണ്. അവിടെ രക്ഷിതാക്കളെ വന്നിട്ടുണ്ടോ? അവിടെ എന്തായാലും ഇതിന്റെ ഉള്ളില് ആഘോഷങ്ങളൊന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്താണ്. അതാണ് പറഞ്ഞ, അതെ, അതാണ് പറഞ്ഞ കുട്ടികൾക്കും റൈറ്റ്. തീർച്ചയായിട്ടും അനുമോദ്, നിരാശയുണ്ട് കുട്ടികളുടെ വാക്കുകളിലൊക്കെ. ഒരാഘോഷവും ഇല്ല, സെന്റ് ഓഫും കിട്ടിയില്ല എന്നൊക്കെ വിഷമത്തിലാണ് പറയുന്നത് പലരും. അനുമോദ്